ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇപ്പോൾ സമയം ഓഗസ്റ്റ് 22 11:58. കറക്റ്റ് 2 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ജയാൻ്റെ ബർത്ത്ഡേ ആണ്. ഓഗസ്റ്റ് 23. അവനക്ക് 13ാമത്തെ വയസ്സാണ്. എന്താ വെച്ചാൽ ഞാനും ഓനും കൂടെ കഴിഞ്ഞ ദിവസം ബ്ലാക്കിൽ പോയിട്ട് നമ്മൾ ഇവിടുത്തെ ഷവായ് ഹബ്ബിലെ വീഡിയോ ചെയ്ത ശേഷം നമ്മളിവിടെ പോയിട്ടുണ്ടായിരുന്നു. ബ്ലാക്കിലോട്ട് ഇലാലിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. തങ്ങക്കേ മലപ്പുറം കയറിയിരുന്നുണ്ടല്ലേ. കുറച്ച് നേരത്തെ നമ്മളെ മലപ്പുറം ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ സംസാരിച്ചിട്ട് ഇതായിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. 11:59 30 സെക്കൻഡ് ബാക്കി. അപ്പോൾ ജയാൻ ഉറക്കിലാണ്. അപ്പോൾ അവൻ ആടുന്ന് എന്താക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ജേഴ്സി എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഓലിപ്പോൾ അവിടെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വിൻറ്റേജ് ജേഴ്സി ഉണ്ട്. അപ്പോൾ അത് ഞാൻ മെല്ലെ ഓനക്ക് വേണ്ടി ഓനക്ക് വേണ്ടി ഇങ്ങനെ അവിടെ നിന്ന് മേടിച്ചിട്ട് തങ്ങൾ തന്നെയാണ് നീ കൊണ്ടു തന്നത്. ഏകദേശം സമയമായി. കറക്റ്റ് 12 മണിക്ക് വിഷ് ചെയ്യണമെന്നുണ്ട് എനിക്ക്. 10 സെക്കൻഡ് ഓടട്ടെ ഗൈസ്. പക്ഷെ നല്ല ഉറക്കാണ്. നല്ല ഉറക്കം, ചില്ലറ ഉറക്കമൊന്നുമല്ല, നല്ല ശരിയായ ഉറക്കമാണ്. ഇതാണ് മോള് ചെയ്യാനുള്ള ഗിഫ്റ്റ്. എന്നാലും എണീക്കാത്ത നമുക്കിപ്പോൾ എണീപ്പിക്കേണ്ട ഒരു വഴി ഞാൻ കാണുന്നില്ല. ഹലോ, ഇവന് ഉറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ്. സയാൻ നീക്കടാ. സയാനെ നോക്കി. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. 12 മണിയാണ്ടോ? ഒന്ന് എണീക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. സിസ്പെക്സ് എണീച്ചിരിക്കുകയാണ്. സാധനം ഓർമ്മയുണ്ടോ? ഇതത് നായിച്ചാന്റെ അങ്ങനത്തെ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഇത് വേണമെന്ന്. എങ്ങനെയുണ്ട്? ഇഷ്ടായി? സർപ്രൈസ് പ്രതീക്ഷിക്ക്. ഇനി എന്താ വിചാരിച്ചാൽ വാങ്ങിത്തരും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടേനാ. അതുണ്ടേനു. പക്ഷെങ്കിൽ ഇന്ന് തന്നെ മേടിച്ചു തരും എന്നൊരു പ്രതീക്ഷ സൈനുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് എന്താ മേടിക്കില്ല. രാവിലെ വർക്കുണ്ട്. ആ വർക്കം വെച്ചാണ് ഞാൻ എന്താക്കിയിട്ടുള്ളത്. ഉറങ്ങാണ്ട് 12 മണി. അതെൻ്റെ കണ്ണാണ്. ഇന്നലെ ഞാൻ മറ്റേ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് 3 മണിയാക്കി ഷവായബിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങാൻ. ഇന്നിപ്പോൾ തന്നെ നാളെ ഇറക്കേണ്ട വേറൊരു വീഡിയോ ഉണ്ട്. അത് എഡിറ്റ് ചെയ്തിട്ട് ഉമ്മാൻ്റെ ഒരു വോയിസ് കിട്ടാണ്ട് അത് ഇതൊപ്പനും കിട്ടിയില്ല. സോ അതങ്ങനെ പോയി. അപ്പോൾ ജയൻ എത്ര വയസ്സായി? 13.
ഈ 13ാമത്തെ വയസ്സിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ ആണ് സേനെ പുതിയതായിട്ട് കിട്ടിയ കാര്യങ്ങൾ. ജേഴ്സി കിട്ടി. ചോദിച്ചതിൻ്റെ അടുത്ത മിസ്റ്റേക്ക് അതല്ല എല്ലാ പട്ട. അതായത് 13 വയസ്സൊക്കെ ആകുമ്പോൾ 12 ഉള്ള സയാനും 13 സയാനും രണ്ടും കുറച്ച് നീളം വെച്ചിരിക്കും. കുറച്ചൊന്നും വെച്ചിക്ക്. സൗന്ദര്യത്തിൽ താങ്കൾ സ്കൂളിൽ എല്ലാവരും പൂക്കി സയാൻ എന്ന് വിളിക്കുന്നത് ശരിയാണോ? അതേതാ പറഞ്ഞ അതില്ല താങ്കൾ സിഗ്മയാണെന്നൊരു ചെറുതായിട്ട്. സിഗ്മ അദ്ദേഹം MUM സ്കൂളിലെ 8ാം ക്ലാസ്സിലെ സിഗ്മ മീലാണെന്നാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നല്ല പുതിയ വേണം. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് ജേഴ്സി നമുക്ക് ഇവിടെ എത്തിച്ചത് നമ്മളെ തങ്ങളാണ്. ബ്ലാക്കിൻ്റെ പുതിയ കവർ ഇതുണ്ടല്ലോ, ഇത് ഇനി ഇമ്മല് വെളിച്ചടിച്ചില്ല. ഇങ്ങനെ വെളിച്ചടിച്ച് കഴിഞ്ഞാൽ മതിന്മേലേക്ക് നീല കളർ അടിക്കും. പുതിയ സെറ്റപ്പ് കവറാണ്. ലൈറ്റ് ഓഫ് ആക്കിയിട്ടല്ല പോട്ടെ, ലൈറ്റ് അടിക്കണം ഇങ്ങനെ. അത് ഫ്ലാഷ് അടിച്ചിട്ട് പിന്നെ കാണിച്ചിട്ടാ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് വേറെ ഗിഫ്റ്റൊന്നും ഇനിയിപ്പോൾ കിട്ടാനില്ല. എന്താണ്, സന്തോഷമാണോ? ഉറക്കത്തെ കണ്ടല്ലേ സന്തോഷം. എല്ലാം ഞാൻ ഡാൻസ് കളിക്കണം, DJ-ൻ്റെ ഡേറ്റ് വെച്ച് ഡാൻസ് കളിക്കണം അല്ലേ. അപ്പോൾ ഇത് സംഭവം സത്യം. എനിക്കിത് സൈസ് നല്ല വലുത് അവിടെ ഇട്ടപ്പോഴേ എനിക്ക് വലുതാണ്. ഇത് ഇങ്ങനത്തെ അതില് എല്ലാരും പറഞ്ഞു എന്ത് ഓവർ സൈസിലാ? എല്ലായിടത്തും ഇങ്ങനത്തെ ഉണ്ടാവും ഈ സൈസ്. ഓവർ സൈസില് 5 സ്ലീവ് ആയിട്ടുണ്ട് തന്നെ. അങ്ങനെ എന്നുവെച്ചാൽ നിങ്ങൾ ഇപ്പം എന്താ ഫ്രീക്കന്മാർ പിള്ളേർ എങ്ങനെയാണ് നമുക്ക് സിഗ്മ ബോയ്സ്. അപ്പോൾ ഞാനിത് സത്യം പറഞ്ഞാൽ മുന്നേ തീരുമാനിച്ചതാണ്. അതിങ്ങനൊന്നല്ല ഞാൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ നമ്മളുണ്ടാവല്ലോ ആദ്യം എന്തെങ്കിലും അവളെ കൊണ്ട് വീടെടുപ്പിക്കാൻ. സോ ഇങ്ങനെയുള്ള സമയത്താണ് ഞാൻ അതിനെ കൂടുതലായിട്ട് മിസ് ചെയ്യുന്നത്. എന്ത് പറയുന്നു? അതിനെക്കുറിച്ച് പറയണ്ട. എന്താ വിഷമവും ഇമോഷണലാവും? എന്നാൽ ഇവനും നാദിയും ഭയങ്കര കമ്പനിയാണ്. ഇവര് എന്നിട്ട് നാദ്സൻ എന്തല്ലേ, നാദിയ സാനും മിക്സ് ആക്കിയിട്ട് നാദ്സൻ. ഞാനെപ്പനും മറ്റേ ഇതുണ്ടല്ലോ വലിയ സെറ്റപ്പ് കടുവനെ പോലേനു പേടിന് എനിക്ക്. ഇപ്പം ഇങ്ങനെ നോക്കണ്ട. മുന്നേ വെച്ചാൽ എൻ്റെ അതെ ഒരുമാതിരി ചൊത്ത സ്വഭാവന എൻ്റെ. എന്ത് പറയും താങ്കൾ? യെസ് ശരിയാണ്. എന്നാലോ മുമ്പിൽ നിന്നാക്കപ്പോൾ കൊടുക്കും. നമ്മൾ അടിയിൽ മാറ്റൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഇദ്ദേഹത്തെയും മഹദി അവർകളെയും തല്ലാറുമില്ല കൊല്ലാറുമില്ല. നമ്മളിപ്പോൾ നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി നാളെ പരീക്ഷ ഉണ്ടാ? നാളെ സ്കൂളുണ്ടാ? നാളെ രാത്രി നമ്മൾ ചിലപ്പോൾ ഫസിലമ്മയാണ് നിൽക്കാൻ പോകും. ചിലപ്പോൾ ഉറപ്പില്ല. അമ്മ സമ്മതിച്ചാൽ പോകും. മറ്റന്നാളെ സൺഡേ ആണ്. സൺഡേ ലീവ് ഉണ്ട്. പക്ഷേ സൺഡേ ഞാൻ ചിലപ്പോൾ അധികമാശ വീട്ടിൽ വ്ലോഗ് എടുക്കാൻ പോകാൻ ചാൻസ് കാണുന്നുണ്ട്. എന്തെന്നായാലും സമയം 12:06. അടുത്ത കൊല്ലത്തെ ബർത്ത്ഡേ ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ ചെയ്യാനും ഇതൊക്കെ കേട്ട് അടുത്ത കൊല്ലത്തിൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഒരു 10 ലക്ഷവും ഒരു 1 മില്യൺ സബ്സ്ക്രൈബറെല്ലാം ആവട്ടെ എന്ന ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന. 600 മാറിയിട്ട് 30 കുടിപ്പോ ചിലപ്പോ. ഞാൻ 600 പറഞ്ഞ 100 ചെയ്യുന്ന പറഞ്ഞ അല്ല 1 മില്യൺ പറഞ്ഞ 10 അല്ലല്ലോ. 1 മില്യൺ അല്ലേ? സോറി, നിങ്ങൾ നോക്കണ്ട. 100 കെ 100 ലക്ഷം. അപ്പോൾ ഇവൻ്റെ ബർത്ത്ഡേ അതിന് ഇന്ന് തന്നെയാണ് നെയ്മിൻ്റെയും ബർത്ത്ഡേ. അപ്പോൾ രണ്ടാളെ ബർത്ത്ഡേ ഇന്നാണ്. എൻ്റെത് അടുത്ത മാസം. ഷാനിൻ്റെ ഈ മാസം അല്ലോടാ. അല്ല, ഷാനിൻ്റെത് 19-ാം തീയതിയായിരുന്നു. ഷാനി എനിക്ക് തോന്നുന്നത് 19/8/1999 തോന്നുന്നു. ഷാനി മറന്നുപോയി ഷാൻ്റെത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചെക്കൻ്റെ ഈ വീഡിയോ ഒക്കെ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം എൻ്റെ റൂമിൽ ലൈറ്റ് ആകെ നിങ്ങൾ കാണുന്നൊരു ചെറിയ ലൈറ്റിൻ്റെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തില്ല റിംഗ് ലൈറ്റും കാര്യമൊന്നുമില്ല. അതൊക്കെ ഇൻഷാ അല്ലാഹ് വരും കാലത്ത് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ. കാരണം ചെക്കൻ ഇവനിനി ഉറങ്ങിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. മാത്രമേ എനിക്ക് നാളെ രാവിലെ ഒരു ഷോപ്പിന് ഇനോഗ്രേഷൻ ഉണ്ട് നമ്മളെ ഫ്രണ്ട്സിൻ്റെ. അപ്പോൾ അവിടെ ഒന്ന് അറ്റൻഡ് ചെയ്യണം. സോ ഇപ്പോൾ ഉറങ്ങണം. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ.
വീണ് പകുതി വീണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ട് തുടങ്ങുന്നല്ലേ? ഓക്കെ. അപ്പോൾ എന്താ ബ്ലാക്കിനോട് എന്താ പറയാനുള്ളത്? ബ്ലാക്ക് എപ്പോഴും നമുക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും ഒക്കെ ഡ്രസ്സ് എടുക്കുന്നതും ഒക്കെ ബ്ലാക്ക് തന്നെയാണ്. ബ്ലാക്കിനെ കുറിച്ച് 2 വാക്ക്. മീൻസ് എങ്ങനെ പറയണ്ടേ? ബ്ലാക്ക് എന്ന ഷോപ്പിനെ കുറിച്ചും അവിടുത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ, ബ്ലാക്കിലെ ഡ്രസ്സിന്റെ കളക്ഷൻസ് ആയിക്കോട്ടെ, അല്ലെ ബ്ലാക്കിലത്തെ ഒരു കസ്റ്റമർ സർവീസ് ആയിക്കോട്ടെ, നല്ല കസ്റ്റമർ സർവീസ് ആണ്. നിങ്ങളെ ഫ്രണ്ട്സ് എല്ലാം തന്നെ നല്ല എന്തൊരു ഡ്രസ്സാണ്. ബ്ലാക്കിന്റെ കുറെ ഔട്ട്ലെറ്റ്സ് അല്ലേ? എല്ലായിടത്തും അടിപൊളിയാണ്. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് മായിച്ചാൻ്റെ ബ്ലാക്ക് എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ തിരിയും, അടിപൊളി ബ്ലാക്ക്. അപ്പോൾ താങ്ക് യു. ഇവിടെ എത്തിച്ചാന്ന് ഇലാലിന് ഒരുപാട് താങ്ക്സ്. ഇലാലിൻ്റെ വണ്ടി ഓടിച്ച ബീഡിക്കുറ്റി സേതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇതോടുകൂടെ ഇക്കൊല്ലത്തെ ഗിഫ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഉഷാറായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക, എന്നെപ്പോലെ അബദ്ധങ്ങളിൽ ചാടാതിരിക്കുക എന്നാണ് എനിക്ക് തരാനുള്ള ഉപദേശം. നന്നായിട്ടിരിക്കുക. ഓക്കെ, കടന്നു പറയുമെങ്കിൽ ഇനി. അപ്പോൾ കൈസ്, നമുക്കിത് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അല്ലോ, പൊതുവെ ഞാനായിക്കോട്ടെ നാദിയായിക്കോട്ടെ ഈ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിൽ സന്തോഷം ആയിക്കോട്ടെ, എന്തായാലും മൊത്തത്തിലൊരു എന്നെപ്പോലെ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ആൾക്കാരല്ല. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഫുള്ളായിട്ട് കാണും എന്നൊരു പ്രതീക്ഷയുണ്ട്. കാരണം എൻ്റെ ബർത്ത്ഡേൻ്റെ രസകരമായിട്ടുള്ള കുറേ സംഭവമൊന്നുമില്ല. പക്ഷേ ഇതിൽ വേറൊരു സംഭവമുണ്ട്. ഇതല്ലാണ്ട് വേറെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേങ്കിൽ ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല, ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് മറ്റേ വീഡിയോ എടുക്കുന്നതിൻ്റെ പ്രശ്നം ഇത്. ഓക്കെ, ഇതെല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ സയാന് ബർത്ത്ഡേ വിഷ് ചെയ്യുക. ഇന്ന് സയാൻ്റെ 13ാമത്തെ ബർത്ത്ഡേ ആണ് ഗൈസ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. ഓക്കെ, ബൈ ബൈ.